ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയന്റെ സെൽ സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ അൾട്രാ സ്ട്രക്ചർ അല്ലെങ്കിൽ പാർട്സ് ഓഫ് ബാക്ടീരിയ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് സെൽ സർഫസ് കമ്പോണൻസുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സെല്ലുലാർ കമ്പോണൻസുകളായിട്ടുള്ള സെൽ വാള്, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയോയിഡ്, പ്ലാസ്മിഡ്, റൈബോസോം, ഇൻക്ലൂഷൻ ഗ്രാനുൾസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ സർഫസ് കമ്പോണൻസുകളാണ്. സർഫസിന്റെ മുകളിലുള്ള ബാക്ടീരിയന്റെ പാർട്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ ഫ്ലജെല്ലെ, ഫിബ്രിയെ, പില്ലെ, ക്യാപ്സ്യൂൾ, സ്ലിം ലെയർ ആൻഡ് എസ് ലെയർ, ഇത്രയുമാണ് അതിന്റെ പുറമേയുള്ള ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്ലജെല്ലെ മാത്രം എടുത്ത് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിബ്രിയെ അല്ലെങ്കിൽ പില്ലേന്നോ, അല്ലെങ്കിൽ ഫിബ്രിയെ ആൻഡ് ഫ്ലജെല്ലേന്നോ, അല്ലെങ്കിൽ ഫ്ലജെല്ലെ ആൻഡ് പില്ലെ എന്ന് പറഞ്ഞിട്ട് ഈ മൂന്നും അപ്പൻഡേജസുകളാണ്, സെല്ലിന്റെ പുറത്തോട്ട് കാണുന്ന അപ്പൻഡേജസുകളാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതാണ്, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ, സ്ലിം ലെയർ എന്നൊക്കെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇത് ഏതായാലും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഫ്ലജെല്ല എന്താണ്, ഫ്ലജെല്ലിന്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ എന്താണ് എന്നുള്ളത്. അതുപോലെ സെൽവാൾ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൽ സെൽവാൾ മാത്രമായിട്ട് പേരെടുത്ത് ചോദിക്കുന്നതാണ്. സെൽവാൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് സെൽവാൾ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാതെ ടോട്ടൽ ആയിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് ബാക്ടീരിയന്റെ സെൽ സ്ട്രക്ചർ എന്താണ് എന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽവാൾ എന്താണെന്ന് പറഞ്ഞു. ഇതുവരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സെൽവാള്, അതിന്റെ അകത്ത് പ്രോട്ടോപ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയോയിഡ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സെൽവാളിന്റെ പുറത്ത് കാണുന്ന ഏറ്റവും എല്ലാ ഓർഗാനിസത്തിലും ഇല്ലാത്ത ചില ഓർഗാനിസത്തിൽ മാത്രം കാണുന്ന ഒരു ലെയർ ആണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ക്യാപ്സ്യൂൾ എന്നുള്ളതാണ്. സം ഓഫ് ദ ബാക്ടീരിയ ഹാവ് എ ലെയർ ഓഫ് മെറ്റീരിയൽ ഔട്ട്സൈഡ് ദ സെൽ വാൾ ദാറ്റ് ഈസ് നോൺ ആസ് ക്യാപ്സ്യൂൾ. അപ്പൊ ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആക്കുന്ന 2-3 ടേംസുകൾ അതിന്റെ കൂടെ വരാറുണ്ട്. ഈ ലെയർ തന്നെ ഇഫ് ഇറ്റ് ഈസ് വെൽ ഓർഗനൈസ്ഡ് ആൻഡ് നോട്ട് ഈസിലി വാഷ്ഡ് ഓഫ്, ഈ ലെയർ, സെൽവാളിന്റെ പുറത്ത് കാണുന്ന ലെയർ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് നോട്ട് ഈസിലി വാഷ്ഡ് ഓഫ് ആണെങ്കിൽ ആ ലെയറിനെ പറയുന്ന പേരാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതല്ല, ഇതേ ലെയർ ഡിഫ്യൂസീവ് ഓർ ഈസിലി വാഷ്ഡ് ഓഫ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്ലിം ലെയർ എന്ന് പറയുന്നത്. ഇനി ചില ഓർഗാനിസത്തിൽ ഈ ഒരു ലെയർ 2 കൺസിസ്റ്റൻസിയും കാണിക്കുന്നുണ്ടാവും. അതായത് ബോത്ത് ക്യാപ്സ്യൂളിന്റെയും സ്ലിം ലെയറിന്റെയും പോലത്തെ പ്രോപ്പർട്ടി കാണിക്കുകയാണ്. വെൽ ഓർഗനൈസ്ഡ്, കുറച്ച് പാർട്ട് വെൽ ഓർഗനൈസ്ഡ് ആണ്, കുറച്ച് ഡിഫ്യൂസീവ് ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിന് 2നും കൂടി പറയുന്ന പേരാണ് ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്റ്റെയിനിങ് മെത്തേഡ്, ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് മെത്തേഡിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്സ്യൂളിലാണ് സാധാരണഗതിയിൽ സ്റ്റെയിൻ പിടിക്കുള്ളൂ. അപ്പോൾ എൻറ്റയർ സർഫസ് കളർ അല്ലെങ്കിൽ എൻറ്റയർ ഓർഗാനിസം കളർലെസ് ആയിട്ട് കാണും. ഈ ഒരു ക്യാപ്സ്യൂളിന് മാത്രം കളർ പിടിച്ചിട്ട് ഇന്ത്യൻ ഇങ്ക് പോലത്തെ സ്റ്റെയിൻസുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് വിസിബിൾ, നമ്മളെ സാധാരണ മൈക്രോസ്കോപ്പിൽ തന്നെ നമുക്ക് വിസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു സ്റ്റെയിനിങ് ടെക്നിക്കാണ് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. And this layer is composed of polysaccharide or polypeptide. Okay, so that is the capsule, slim layer, glycocalyx. എല്ലാം ഒരു സാധനമാണെന്ന് മനസ്സിലാക്കാം. അതിന്റെ പ്രോപ്പർട്ടി മാറുന്നതിനനുസരിച്ച് if it is well organized and not easily washed off, it is known as capsule. If it is diffusive and easily washed off, it is known as slim layer. If it consists both layer and capsule, it is known as glycocalyx. Okay, now what are the functions of this capsule, glycocalyx or slim layer? Significance in immunity and in manufacturing of dextran. Immunity in the sense ബാക്ടീരിയക്ക് അതിന്റെ ഫാഗോസൈറ്റോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഇറ്റ് വിൽ എയ്ഡ് ബാക്ടീരിയൽ അറ്റാച്ച്മെന്റ് ടു ദ ഡിഫറെന്റ് സോളിഡ് സർഫസ്. ദെൻ എയ്ഡ് മോട്ടിലിറ്റി ഓഫ് ഗ്ലൈഡിങ് ബാക്ടീരിയ. മോട്ടിലിറ്റി അല്ല ഉണ്ടാക്കുന്നത്, ഗ്ലൈഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കൺഫ്യൂഷൻ ആവരുത്. എയ്ഡിങ് മോട്ടിലിറ്റി ഓഫ് ഗ്ലൈഡിങ് ബാക്ടീരിയ. മോട്ടൈൽ പ്രോപ്പർട്ടി കൊടുക്കുന്ന ഓർഗനൈസ് അല്ല, അത് ആകെ ഒരു ഫ്ലജെല്ല മാത്രമാണ് മോട്ടൈൽ പ്രോപ്പർട്ടി കൊടുക്കുന്ന ഓർഗൻ എന്ന് പറയുന്നത്. ആ ഗ്ലൈഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് മാത്രമേ, എയ്ഡ് ചെയ്യാന്ന് മാത്രമാണ്. ദെൻ അറ്റാച്ച്മെന്റ് ഓഫ് ബാക്ടീരിയ ടു ദ സോളിഡ് സർഫസ് ആൻഡ് ടു റെസിസ്റ്റ് ദ ഫാഗോസൈറ്റോസിസ്. ഓക്കെ, സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്യാപ്സ്യൂൾ, സ്ലിം ലെയർ ആൻഡ് ഗ്ലൈക്കോകാലിക്സ്. നെക്സ്റ്റ് വൺ ഈസ് എസ് ലെയർ. ചില ഓർഗാനിസത്തിൽ മാത്രം കാണുന്ന ഡോട്ടഡ് ഷേപ്പ് ആയിട്ടുള്ള, ഈ സെൽവാളിന് പുറത്ത് കാണുന്ന ഡോട്ടഡ് ഷേപ്പ് ആയിട്ടുള്ള
ക്യാപ്സ്യൂളിനോട് ചേർന്ന് കാണുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് എസ് ലെയർ എന്ന് പറയുന്നത്. Irregularly structured layer seen attached to the cell wall is known as S layer, which is composed of protein and glycoprotein. What are the functions? It will protect the cell from pH fluctuations, osmotic stress, and different enzymes. And also it will promote cell adhesion to the surface and maintain its shape and envelope rigidity. And it protects the bacteria from complement attack and phagocytosis. കോംപ്ലിമെന്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ഒരു മെത്തേഡ് ഓഫ് മെക്കാനിസമാണ്. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആന്റിജനും ആന്റിബോഡിയും കൂടി ഫ്യൂസ് ചെയ്ത് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ആ കോംപ്ലിമെന്റ് ഫിക്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ബോഡിയിലോട്ട് വരുന്ന ആന്റിജനെ കില്ല് ചെയ്യുന്നതും ഡിസ്ട്രോയ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട്. അപ്പൊ അതിനെതിരെയൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ലിം ലെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറഗുലർലി സ്ട്രക്ചേർഡ് ലെയർ സീൻ അറ്റാച്ച്ഡ് ടു സെൽ വാൾ. സോ ദാറ്റ് ഈസ് ദ എസ് ലെയർ. നെക്സ്റ്റ് വൺ ഈസ് പില്ലെ. ഓക്കെ, ഇനി പറയാൻ പോകുന്ന മൂന്ന് സാധനങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പില്ലെ, ഫിബ്രിയ ആൻഡ് ഫ്ലെജെല്ലെ. മൂന്ന് രീതിയിലുള്ള അപ്പൻഡേജസുകളാണ്. ഇത് മൂന്നും സെല്ലിന്റെ പുറത്തോട്ട് കാണുന്ന ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സുകളാണ്, അപ്പൻഡേജസ് എന്ന് പറയാം. അതിൽ ഏറ്റവും ചെറിയ സാധനമാണ് ഫിബ്രിയ എന്ന് പറയുന്നത്. അതിനേക്കാളും വലുപ്പം കൂടിയതാണ് പില്ലെ എന്ന് പറയുന്നത്. അതിനേക്കാളും വലുപ്പം കൂടിയതാണ് ഫ്ലെജെല്ലെ എന്ന് പറയുന്നത്. ഏറ്റവും ഷോർട്ടസ്റ്റ് എപ്പോഴും ഫിബ്രിയ ആയിരിക്കും. അതിനേക്കാളും വലുപ്പം കൂടിയിട്ടുള്ളതാണ് പില്ലെ എന്ന് പറയുന്നത്. അതിനേക്കാളും മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലെജെല്ലെ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ മൂന്ന് സാധനങ്ങളുടെ ഫസ്റ്റത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഫിബ്രിയ ആണ്, which is greater than fibria is less than pille, which is less than flagella. Okay, അപ്പോ these are sex pillars. പേര് പറയുന്ന പോലെ തന്നെ ചില ബാക്ടീരിയാസുകൾ സെൽ മേറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഒരു സെല്ലിന്റെ മുകളിൽ നിന്ന് അടുത്ത സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റിക്വയർഡ് ഫോർ ബാക്ടീരിയൽ മേറ്റിംഗ് വിത്ത് ഫീമെയിൽ ബാക്ടീരിയ ബൈ ഫോമിംഗ് ആൻഡ് ഹോളോ കോൺജുഗേഷൻ ട്യൂബ് ത്രൂ വിച്ച് ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഡോണർ ടു ദ റെസിപ്പിയന്റ് സെൽ. ആൻഡ് ദിസ് ഈസ് ലാർജർ ദാൻ ഫിബ്രിയെ. Usually the number of pille is 1 to 10 per cell. 1 to 10 per cell. അടുത്തൊരു ഡിഫറൻസ് ആണ്. പില്ലെ 1 to 10 per cell ആണ് കാണാറുള്ളത്. ഫിബ്രിയയിലോട്ട് വരുന്ന സമയത്ത് അത് 1000 വരെ ഉണ്ട്. അത്രത്തോളം പില്ലേസുകൾ ഉണ്ടാവാറുണ്ട്, ഐ മീൻ ഫിബ്രിയസുകൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ 1 to 10 പില്ലേസുകളാണ് മാക്സിമം ഉണ്ടാവാറുള്ളൂ, വിച്ച് ഈസ് ലാർജർ ദാൻ ഫിബ്രിയെ. ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് ബാക്ടീരിയൽ മേറ്റിംഗ് ബൈ ഫോമിംഗ് ഹോളോ കോൺജുഗേഷൻ ട്യൂബ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫിബ്രിയെ, which are present in gram-negative bacteria. Usually gram-negative bacteria മാത്രം, ബാസില്ലസിൽ മാത്രം കാണുന്ന ഒരു appendages ആണ്, which are very fine hair-like appendages, which is thinner, stiffer and shorter than flagellae, projected from the cell surface as a straight filament. Okay, that is filament. That is the fibriae, which have no role in motility. No role in motility എന്നങ്ങനെ പേരെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ these are present in both motile as well as non-motile microorganism. Motile ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിലും നോൺ മൊട്ടൈൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിലും കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത് നോ റോൾ ഇൻ മോട്ടിലിറ്റി എന്ന് പറയാൻ കാരണം. ആൻഡ് യൂഷ്വലി എ സെൽ ഹാവ് അപ് ടു 1000 ഫിബ്രിയേസ്. നമ്പർ 1000 ഫിബ്രിയേസ് പെർ സെൽ വരെ ഉണ്ടാവാൻ അത്രത്തോളം ഒരു ഫിക്സ്ഡ് അല്ല എന്ന് മനസ്സിലാക്കുക. അപ് ടു 1000 അത്ര വരെ ഫിബ്രിയസുകൾ സാധാരണഗതിയിൽ ഉണ്ടാവാം. Now function it will also help to adhesion or attachment of the bacteria to the solid surface. അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Okay, so these are present in gram-negative bacteria, no role in motility, present in both motile and non-motile microorganism, up to 1000 fibriae, and these are thinner, stiffer and shorter than flagellae. Okay, next one is flagellae. ഇതിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പൻഡേജസ് ആണ്, വിച്ച് ആർ ഫൗണ്ട് ഇൻ മൊട്ടൈൽ മൈക്രോ ഓർഗാനിസം ഓർ മൊട്ടൈൽ ബാക്ടീരിയ എക്സെപ്റ്റ് സ്പൈറോകേറ്റ്സ്, ആൻഡ് ദേ ആർ വൺ ഓർ മോർ അൺബ്രാഞ്ച്ഡ് ലോങ് സൈനസ് ഫിലമെന്റ്സ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദിസ് ആൻഡ് സെൽ വാൾ. ഓക്കെ,
നമ്മൾ ഫിബ്രിയ പറഞ്ഞ സമയത്ത് സെൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സെൽ വാൾ എന്ന് മാത്രമേ അത് വരുന്നുള്ളൂ. അതിന്റെ അകത്തോട്ട് അതിന്റെ ഒറിജിൻ വരുന്നില്ല. ഫ്ലെജെല്ല വരുന്ന സമയത്ത് പ്ലാസ്മ മെംബ്രെയിൻ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ആൻഡ് ഫംഗ്ഷൻ ഈസ് ദ ഓർഗൻ ഓഫ് ലോക്കോമോഷൻ. മോട്ടൈൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് അതിന്റെ മോട്ടിലിറ്റി കൊടുക്കുന്ന ഓർഗൻ ആണ് ഫ്ലെജെല്ല എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആഫ്റ്റർ ഇംപ്രിഗ്നേഷൻ വിത്ത് സിൽവർ. ചില സമയത്ത് നമുക്ക് സ്റ്റെയിനിങ് ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും തിൻ സ്ട്രക്ചർ ആണെങ്കിൽ ആ തിൻ സ്ട്രക്ചറിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽവർ ഇംബ്രിക്കേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വിസിബിൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ആൻഡ് വി ക്യാൻ ഡയറക്ട്ലി ഒബ്സർവ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫ്ലെജെല്ല. ഇനി ഫ്ലെജെല്ല 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഇതിന്റെ ഫ്ലെജെല്ലാർ അറേഞ്ച്മെന്റിനനുസരിച്ച് നമുക്ക് ബാക്ടീരിയനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അട്രിക്കസ് ഫിലമെന്റ് ഫ്ലെജെല്ല ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ അട്രിക്കസ് എന്ന് പറയുന്നത്. പാസ്ചുറല്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. Then monotrichus, which consists of a single flagella at any one end. ഏതെങ്കിലും ഒരു എൻഡിൽ ഒരു ഫ്ലെജെല്ല മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് മോണോട്രിക്കസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ സ്യൂഡോമോണാസ് ആൻഡ് തയോബാസിലസ്. Then Lophotrichus, a tuft of flagellae arising from one end of the cell from both ends. Okay, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലെജെല്ല ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോഫോട്രിക്കസ് എന്ന് പറയുന്നത്. ലോഫോട്രിക്കസ്. Example is Vibrio colochet. Then Amphotrechus, one flagella each at both ends. രണ്ട് സൈഡിലും ഓരോ ഫ്ലെജെല്ല ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആംഫിട്രിക്കസ് എന്ന് പറയുന്നത്. Then Peritrichus, entire സർഫസിലാണ് ആ ഫ്ലെജെല്ല ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് Peritrichus എന്ന് പറയുന്നത്. Okay, so these are the different flagellar arrangement or classification of organism bacteria based on the flagellar arrangement. Atrichus, Monotrichus, Lophotrichus, Amphitrichus and Peritrichus. Okay. Now, the electron microscope which is study ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒബ്സർവേഷൻസുകളാണ്. Now, the parts of flagellae. Flagellae വീണ്ടും നമുക്ക് അതിന്റെ പാർട്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. It consists of filaments, hook and basal body. Okay. Consists of filament, hook and basal body. Filament is the longest portion of the flagellae which extend from cell surface to the tip. ഇപ്പൊ നമ്മൾ ഫ്ലെജെല്ല ഷേപ്പ് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത് എൻഡ് ചെയ്യുന്ന അത്രയും സ്ഥലം വരെ നിൽക്കുന്ന ആ പാർട്ടിനെയാണ് ഫ്ലെജെല്ല എന്ന് പറയുന്നത്. ഓക്കെ, എവിടുന്നാണോ തുടങ്ങുന്നത് പ്ലാസ്മ മെംബ്രെയിനിൽ തുടങ്ങി അത് എവിടെ എത്രത്തോളം നീളമുണ്ടോ അത്രത്തോളം നീളമുള്ള ആ സാധനത്തെയാണ് ഫ്ലെജെല്ല എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ ഹോളോ റിജിഡ് സിലിണ്ടർ മെയ്ഡ് അപ്പ് ഓഫ് ആൻ പ്രോട്ടീൻ ഫ്ലെജെല്ലിൻ. ഫ്ലെജെല്ലിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ കൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഹോളോ റിജിഡ് സിലിണ്ടർ ആണ്. ഇൻസൈഡ് ഒന്നുമില്ല, അത് ഹോളോ ആയിട്ടാണ് കിടക്കുന്നത്. അതിന്റെ ചുറ്റും മാത്രമാണ് ഈ ഫ്ലെജെല്ലിൻ പ്രോട്ടീൻ കൊണ്ട് ഒരു ഹോളോ സിലിണ്ടർ ആയിട്ടാണ് അതുള്ളത്. മേ ബി മെംബ്രെയിനസ് ഷീറ്റ് അറൌണ്ട് ഇറ്റ്. ചില സമയത്ത് പ്രോട്ടീനസ് ആയിട്ടുള്ള മെംബ്രെയിൻ കൊണ്ട് കോട്ട് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കാം ഉണ്ടാവുന്നത്. ആൻഡ് ഫിലമെന്റ് എൻഡ് വിത്ത് ദ കാപ്പിംഗ് പ്രോട്ടീൻ. ഓക്കെ, അതിലെ ഹുക്ക് അല്ലെങ്കിൽ നമ്മൾ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ബേസൽ ബോഡിയാണ്. ബേസൽ ബോഡി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിനെയാണ് ബേസൽ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഹുക്ക് എന്ന് പറയുന്ന സമയത്ത് അത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഹുക്ക് എന്ന് പറയുന്നത്. ഫിലമെന്റും ഈ ബേസൽ ബോഡിയും കണക്ട് ചെയ്യുന്നതിനെ ഹുക്ക് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഡിസ്കഷൻ ഒന്നും ആവശ്യമില്ല. ഫിലമെന്റ് അല്ലെങ്കിൽ ബേസൽ ബോഡീസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയത്തിലും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയത്തിലും അതിന്റെ റിംഗിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പറഞ്ഞ സമയത്ത് അവിടെ 3 ലെയറുകൾ ഉണ്ടായിരുന്നു. ഒരു ലിപ്പോ പോളിസാക്രൈഡ് ലെയർ ഉണ്ടായിരുന്നു, ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ടായിരുന്നു, ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ലിപ്പോ പോളിസാക്രൈഡ് ലിങ്കിലുള്ള ആ റിങ്ങിന് എൽ റിംഗ് എന്ന് പറയും. പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിലുള്ള ആ റിങ്ങിനെ പി റിംഗ് എന്ന് പറയും. ദെൻ പ്ലാസ്മ മെംബ്രെയിനിലുള്ള ലിങ്കിനെ എം റിംഗ് എന്ന് പറയും. പ്ലാസ്മ മെംബ്രെയിനിലുള്ള റിങ്ങിനെ എം റിംഗ് എന്ന് പറയും. ഒന്ന് ഈ പെരീസ് പ്ലാസ്മിക് സ്പേസിലുള്ള റിംഗ് ഉണ്ട്, അതിനെയാണ് എസ് റിംഗ് എന്ന് പറയും. അതാണ് ബേസൽ ബോഡിയിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലുള്ള ഡിഫറൻസ്. ഈ ഗ്രാം പോസിറ്റീവിലോട്ട് വരുന്ന സമയത്ത് അവിടെ 2 ലെയർ മാത്രമേ ഉള്ളൂ, ഔട്ടർ ലെയർ ആൻഡ് ഇന്നർ ലെയർ എന്ന് പറയുന്നത്. ഔട്ടർ ലെയർ എന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള റിംഗ് ആണ് അതിന്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത്. ഇന്നർ ആകുമ്പോൾ പ്ലാസ്മ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ബേസൽ ബോഡിയിൽ 4 റിങ്ങുകളാണ് ഉള്ളത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ കേസിൽ എൽ റിംഗ്, പി റിംഗ്, എസ് റിംഗ് ആൻഡ് എം റിംഗ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയന്റെ കേസിൽ 2 റിങ്ങുകളാണ് ഉള്ളത്, ഇന്നർ റിംഗ് ആൻഡ് ഔട്ടർ റിംഗ്. ഓക്കെ,
ഇന്നർ റിങ് പ്ലാസ്മ മെമ്പറൈനിലും ഔട്ടർ റിങ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിലുമാണ് അത് ഉണ്ടാവുക, അതിന്റെ ഒറിജിൻ അല്ലെങ്കിൽ അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹുക്ക് ആണ്. ഹുക്ക് എന്ന് പറഞ്ഞു നമ്മൾ ഫിലമെന്റും ബേസൽ ബോഡിയും കണക്ട് ചെയ്യുന്ന ആ പോർട്ടിനെയാണ് ഹുക്ക് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ അൾട്രാ സ്ട്രക്ചർ ഓഫ് ഫ്ലജെല്ലെ. ഫ്ലജെല്ലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഫ്ലജെല്ലെ എന്ന് എഴുതാം. അതിന്റെ ഫ്ലജെല്ലിനെ മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെയാണ് ഫ്ലജെല്ലാർ അറേഞ്ച്മെന്റിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത് എഴുതാം. അതിനുശേഷം അതിന്റെ ഒരു എക്സ്ട്രാ സ്ട്രക്ചർ നമ്മൾ എഴുതാം. ഫിലമെന്റ് എന്താണ്, ഫിലമെന്റ് എന്താണ്, ബേസൽ ബോഡി എന്താണ്, ഹുക്ക്, ഇത്രയും കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലജെല്ലെ, പില്ലെ ആൻഡ് ഫിബ്രിയെ. ഏറ്റവും തിക്കർ ആൻഡ് ലാർജർ ആയിട്ട് സെമി റിജിഡ് ആയിട്ടുള്ള ഹോളോ ആയിട്ടുള്ള ഒരു അപ്പൻഡേജസ് ആണ് ഫ്ലജെല്ലെ എന്ന് പറയുന്നത്. പില്ലെ എന്ന് പറയുന്ന സമയത്ത് ഷോർട്ടർ ആൻഡ് തിന്നർ ദാൻ ഫ്ലജെല്ലെ ആൻഡ് ഷോർട്ടസ്റ്റ് ഈസ് ഫിബ്രിയെ. Flagella is always helical and never straight line, never straight. Pillae is straighter than flagellae. Fibriae is non-helical and always straight. And flagellae arises from the cytoplasmic membrane, not attached to the cell wall. Pillae is attached to the cell surface. Fibriae also is attached to the cell surface or cell wall. Then flagellae is present only in motile bacteria. Pillae present in both motile and non-motile bacteria. Then Fibriae also present in both motile and non-motile bacteria. Then function, flagella is the organ of locomotion and pillae is the organ of adhesion or conjugation and Fibriae is the organ of adhesion. And flagellae are present in both gram-positive and gram-negative organism. Pillae are present in only gram-negative organism. Fibriae are present in both gram-positive and gram-negative microorganism. And the protein which is made up of, അതാണ് അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത്. Flagella is made up of flagellin protein and pillae and Fibriae is made up of pillin protein. Okay, so these are the difference between flagellae, pillae and Fibriae. Okay, so this is all about the different parts of microorganism. Okay, ഇനി മൈക്രോ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ബാക്ടീരിയന്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് എൻഡോസ്പോർ എന്ന് പറയും. ഇത് അതിന്റെ ഒരു പാർട്ടാണെന്ന് വിചാരിക്കരുത്. ചില സമയത്ത് ബാക്ടീരിയാസിന്റെ അകത്തുണ്ടാവും. ഓക്കെ, ചില സമയത്ത് ബാക്ടീരിയാസിന്റെ അകത്തുണ്ടാവും. ദിസ് ഈസ് എ ഡോർമെന്റ് സ്റ്റേറ്റ് ഓഫ് ആൻ ബാക്ടീരിയ. ഒരു മൈക്രോ ഓർഗാനിസത്തിന് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസുകൾ വരുന്ന സമയത്ത് അതിന്റെ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, ഡൈജസ്റ്റ് അല്ലെങ്കിൽ ന്യൂട്രിയന്റ് അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആ ഒരു ഫോമിനെയാണ് വെജിറ്റേറ്റീവ് ഫോം എന്ന് പറയുന്നത്. ആ വെജിറ്റേറ്റീവ് ഫോമിൽ എക്സിസ്റ്റൻസ് ചെയ്യാൻ പറ്റാത്ത ക്ലൈമറ്റ് കണ്ടീഷൻസുകൾ വരുമ്പോൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആവാം, വാട്ടർ ഡെഫിഷ്യൻസി ആവാം, എക്സസ് ആയിട്ടുള്ള ഹീറ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയേഷൻസുകളാവാം. ഇങ്ങനെയുള്ള കണ്ടീഷൻസുകൾ വരുന്ന സമയത്ത് ബാക്ടീരിയ പോകുന്ന ഒരു ഡോർമന്റ് സ്റ്റേറ്റിനെയാണ് സാധാരണഗതിയിൽ എൻഡോസ്പോർസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ സ്ട്രക്ചേഴ്സ് ഫോംഡ് ബൈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ മാത്രം ഉണ്ടാക്കുന്നതാണ്. എക്സാമ്പിൾസ് ലൈക്ക് ബാസില്ലസ്, ക്ലോസ്ട്രീഡിയം ആൻഡ് സ്പോറോസാർക്കിന. ഇങ്ങനെയുള്ള ഓർഗാനിസംസുകളാൽ ജനറയിൽ വരുന്ന ബാക്ടീരിയാസുകളാണ് ഈ സ്പോർ ഫോം ചെയ്യാറുള്ളത്. And such structures are formed by the bacteria to overcome the environmental stress like heat, UV rays, gamma rays, desiccation, chemical disinfectant, water scarcity and nutrition scarcity. ഇങ്ങനെയുള്ള കണ്ടീഷൻസുകളൊക്കെ വരുന്ന സമയത്ത് ഫോം ചെയ്യുന്ന, നോർമലി ഉണ്ടാവില്ല, ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. Usually these are developed within the vegetative cells. Within the vegetative cellന്റെ അകത്ത് തന്നെയാണ് ഇത് സാധാരണഗതിയിൽ ഫോം ചെയ്യാറുള്ളത്. And the important property of this endospore is once they are converted to endospore, they are viable up to 1 lakh year. അപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസത്തിന് അതിന് ഹാംഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ, സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഡോർമന്റ് സ്റ്റേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് മാറുന്നത് വരെ ചിലപ്പോൾ അതിന് ഈ ഡോർമെന്റ് സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ചോളം ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഉള്ള ബുദ്ധിമുട്ടും അത് തന്നെയാണ്. സ്റ്റെറിലൈസേഷൻ ഒക്കെ നമ്മൾ എത്ര മെനക്കെട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ആ ഹാംഫുൾ ആയിട്ടുള്ള സ്ട്രെസ് കണ്ടീഷൻസുകൾ റിവേഴ്സിബിൾ ആയി കഴിഞ്ഞാൽ അത് വീണ്ടും ബാക്ടീരിയ ആയിട്ട് തന്നെ ജെർമിനേറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, so this is the classification of endospore based on the position of endospore in the cell.
സെല്ലിന്റെ അകത്ത് സ്പോർ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് സെൻട്രൽ സ്പോർ, സബ് ടെർമിനൽ സ്പോർ, terminal spore, terminal spore with swollen sporangia. This is the central spore, this is subterminal, this is terminal, and terminal spore with swollen sporangia. So this is the classification of microorganism based on the position of endospore. Okay, so central spore, terminal spore, subterminal spore, and terminal spore with swollen sporangia. Okay. Now coming to the structure of endospore. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ആ ഒരു പേര് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് എക്സോസ്പോറിയം. ഏറ്റവും പുറമെ കാണുന്ന ആ ഒരു സ്റ്റേറ്റിനാണ് എക്സോസ്പോറിയം എന്ന് പറയുന്നത്. ഈ ഒരു സ്പോറിനാണ് എക്സോസ്പോറിയം, ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് എക്സോസ്പോറിയം എന്ന് പറയുന്നത്. Then there is a spore coat. സ്പോർ ഫോം ചെയ്തതിന്റെ ചുറ്റും ഉണ്ടാവുന്ന ഒരു വാളുണ്ട്, സ്പോർ കോട്ട് എന്ന് പറയുന്നത്. അതാണ് സ്പോർ കോട്ട് എന്ന് പറയുന്ന ലെയർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് സെവറൽ പ്രോട്ടീൻ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ സ്പോർ റെസിസ്റ്റൻസ് ടു കെമിക്കൽ. ദെൻ ദർ ഈസ് എൻ കോർട്ടെക്സ്. കോർട്ടെക്സിലാണ് സാധാരണഗതിയിൽ റൈബോസോംസുകളൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത്. സീൻ ബിനീത്ത് ദ സ്പോർ കോട്ട് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ വിത്ത് ലെസ് ക്രോസ് ലിങ്ക്ഡ് ദാൻ വെജിറ്റേറ്റീവ് സെൽ. Then a spore cell wall beneath the cortex and surrounded by the protoplast core. And there is a core containing normal cell structure in metabolically inactive form. So body means ഇതിന്റെ അകത്തുള്ള റൈബോസോംസ് ഒക്കെ ഈ കോറിലാണ്, കോർ വാളിന്റെ അകത്തുള്ള റൈബോസോമുകളൊക്കെ അതിന്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എൻഡോസ്പോർ. ഓക്കെ. Now, what are the reason for this resistance എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എൻഡോസ്പോറിന് ഇങ്ങനെയുള്ള റെസിസ്റ്റൻസ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാൽസ്യം ഡിപ്പിക്കോളിനേറ്റ്. മെയിനായിട്ട് അതിന്റെ ഹീറ്റ് റെസിസ്റ്റന്റ് കൊടുക്കുന്ന ഏജന്റ് എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം ഡിപ്പിക്കോളിനേറ്റ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജിപാറ്റ് പോലത്തെ എക്സാമിനൊക്കെ വാട്ട് ആർ ദ കെമിക്കൽ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റെസിസ്റ്റൻസ് ഇൻ എൻഡോസ്പോർസ് എന്ന് പറഞ്ഞു. ഓക്കെ. Calcium dipicolinate present in the spore, and presence of acid soluble DNA binding protein, then protoplast dehydration. Dehydrated ഫോമിലാണ് എൻഡോസ്പോർ എപ്പോഴും നിൽക്കുന്നുണ്ടാവും, കാരണം ഓൾറെഡി വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനുള്ളതൊക്കെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. Then spore coat, then DNA repairing enzymes and stability of the cell protein towards the higher temperature. These are the different reason for the heat resistance of endospore. Okay. Now coming to the steps of endospore അല്ലെങ്കിൽ spore formation. Endospore formation അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് sporulation എന്ന് പറയും. സ്പോർ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് sporulation അല്ലെങ്കിൽ സ്പോറോജെനസിസ് എന്നുള്ളതാണ് അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് 6 സ്റ്റെപ്പിലായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. എപ്പോഴാണോ അൺഹാർംഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസുകൾ വരുന്നത് ആ സ്റ്റേജിൽ നമുക്ക് ആദ്യത്തെ ആക്സിയൽ ഫിലമെന്റ് ഫോർമേഷൻ എന്ന് പറയും. ഇപ്പൊ ഇതാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ രണ്ട് എൻഡെന്നും ആക്സിയൽസുകൾ ഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് തുടങ്ങുക എന്നുള്ളതാണ് ആക്സിയൽ ഫിലമെന്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ആക്സിയൽ ഫിലമെന്റ്സ് ആൻ ആക്സിയൽ ഫിലമെന്റ് ഓഫ് ന്യൂക്ലിയർ മെറ്റീരിയൽ വിൽ ഫോം. രണ്ടാമത്തെ സ്റ്റേജിൽ ഈ ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻവാർഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ട് സ്പോർ ഉണ്ടാകുന്നതിന് ഇൻവാർഡ് ഫോൾഡിങ് ഉണ്ടാവുക എന്നുള്ളതാണ് ഓഫ് ദ സെൽ മെംബ്രെയിൻ ടു എൻക്ലോസ് ദ പാർട്ട് ഓഫ് DNA ആൻഡ് ഫോർമേഷൻ ഓഫ് സ്പോർ സ്പെക്ട്രം. ദെൻ തേർഡ് സ്റ്റേജിൽ ഈ എൻഗൾഫ് ചെയ്യുക, ഇങ്ങനെ ഉണ്ടായിട്ടുള്ള സാധനത്തിന് അടുത്ത രണ്ടാമത്തെ ആ ഒരു പാർട്ട് കൊണ്ട് അതിനെ ഫാഗോസൈറ്റോസിസ് പോലെ എൻഗൾഫ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്. മെംബ്രെയിൻ കണ്ടിന്യൂ ടു ഗ്രോത്ത് ആൻഡ് എൻഗൾഫ് ദ ഇമ്മച്വർ സ്പോർ ഇൻ സെക്കൻഡ് സ്പോർ. And next one is cortex is laid down and space between the two membrane with accumulation of calcium and dipicolinate. So ഇവിടെയാണ് കോർട്ടെക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽസുകൾ അല്ലെങ്കിൽ കോർട്ടെക്സ് ഒക്കെ പുറത്തോട്ട് വന്നിട്ട് അതിന് ചുറ്റും ഒരു കോർട്ടെക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ അതിന് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്പോറിന്റെ പുറത്തായിട്ട് ഒരു കോട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. Then maturation of spore occur and finally lytic enzyme will destroy the sporangium and releases the spore. So this is the ഈ പുറമേയുള്ള സെൽ സ്ട്രക്ചറിന്റെ സെൽ വാളൊക്കെ സ്പൊറാഞ്ചിയത്തിന് അല്ലെങ്കിൽ അതൊക്കെ
ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എൻഡോസ്പോർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ സ്പോറുലേഷൻ അല്ലെങ്കിൽ സ്പോറോജെനസിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ 5 മാർക്കിനൊക്കെ വല്ലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എൻഡോസ്പോർ എന്ന് പറഞ്ഞിട്ട് എന്താണ്. അപ്പോൾ ആ സമയത്ത് 5 മാർക്കിനൊക്കെ ആവുമ്പോൾ എന്താണ് സ്പോർ എന്ന് എഴുതുന്നതിന്റെ കൂടെ നമ്മൾ അതിന്റെ സ്പോറോജെനസിന്റെ സ്റ്റെപ്സുകൾ എഴുതി വെക്കുക, കഴിയുന്നതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫിഗറും വരച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് സ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നേരെ തിരിച്ചുള്ള പ്രോസസ്സാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്ന സമയത്താണ് സ്പോറോജെനസിസ് ഉണ്ടാവുന്നത്. ആ ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ റിവേഴ്സ് ആവുന്ന സമയത്ത് തിരിച്ച് അത് ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആക്ടിവേഷൻ, റിവേഴ്സിബിൾ പ്രോസസ് ദാറ്റ് വിൽ പ്രിപ്പയർ ദ സ്പോർ ഫോർ ജെർമിനേഷൻ. നമ്മൾ എന്താണോ റിവേഴ്സിബിൾ ട്രീറ്റ്മെന്റ് ഓഫ് ലൈക്ക് ഈറ്റ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. ദെൻ ജെർമിനേഷൻ, ബ്രേക്കിംഗ് ഓഫ് സ്പോർ ഡോർമിനന്റ് സ്റ്റേറ്റ് and sequence of events including spore swelling, rupture of spore coat, loss of resistance, release of spore components and increasing metabolic activity. And third one is outgrowth. Spore protoplasm make new component and sheds off the spore coat and develop into an active bacteria. എങ്ങനെയായിരുന്നു ഒരു ബാക്ടീരിയ ഉണ്ടായിരുന്നത്, അതേ സ്റ്റേറ്റിലോട്ട് തിരിച്ച് സെൽവാളും പ്ലാസ്മ മെംബ്രെയിനും സൈറ്റോപ്ലാസം ഒക്കെ ഉള്ള ഒരു ബാക്ടീരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സ് പറയുന്നത്. ആക്ടിവേഷൻ, ജെർമിനേഷൻ ആൻഡ് ഔട്ട്ഗ്രോത്ത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എൻഡോസ്പോർ. അപ്പോൾ എൻഡോസ്പോർ മാത്രമായിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് പാർട്സിന്റെ കൂടെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, എഴുതണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല. കാരണം ഓൺലി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ അൺഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാവുന്ന സമയത്ത് മാത്രം ഫോം ചെയ്യുന്ന ഒരു ഫോമാണ് എൻഡോസ്പോർ എന്നുള്ളത് കൊണ്ട് റെഗുലർ ബാക്ടീരിയാസിൽ കാണുന്നതല്ല. So these are the different questions from this topic. Essay question ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സ്ട്രക്ചർ ആൻഡ് അൾട്രാ സ്ട്രക്ചർ ഓഫ് ദി ബാക്ടീരിയ. 5 മാർക്കിന് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഓർ ബാക്ടീരിയൽ സെൽ വാൾ രണ്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബാക്ടീരിയന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ബാക്ടീരിയന്റെ സെൽ വാളിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിക്കാറുണ്ട്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ എന്ന് പറഞ്ഞിട്ട്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. Then write a note on bacterial endospore, write a note on bacterial flagellae, write a note on capsid, then difference between pillae, fibriae and flagellae, difference between capsule, slim layer and glycocalyx. So these are the different questions from this topic. These are the reference, Microbiology by Prescott and textbook of Microbiology by Anandanarayanan and Manikar. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്താണ് ബാക്ടീരിയന്റെ സെൽ സ്ട്രക്ചേഴ്സ് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സെല്ലുലാർ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്, സെൽ സർഫസ് കമ്പോണൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.